എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയവും മതവും ജാതിയൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർ അതേപോലെയാണ് നമ്മളെ നോക്കിക്കാണുള്ളൂ. പക്ഷെ ഞാനൊക്കെ അങ്ങനെയല്ല. ഞാൻ മനുഷ്യരായിട്ട് കാണുന്ന ആളാണ്. ഏതാളെ മനുഷ്യരായിട്ട്, അല്ലാണ്ട് ഇന്ന ജാതിക്കാരനെന്നോ അല്ലെങ്കിൽ ഇന്ന മതസ്ഥനാണെന്നോ അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയക്കാരനാണെന്നോ ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ എല്ലാവരോടും വർത്തമാനം പറയും. ഞാൻ അങ്ങനെ പോണ ആളാണ്. ഞാൻ നമ്മുടെ മാളവന ഒരു മൊയ്തീൻ എന്ന് പറഞ്ഞ ചേട്ടന് ഞാൻ ചോറ് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഈ ചേട്ടന് മാനസികാരോഗ്യം നഷ്ടപ്പെട്ടതും ശ്വാസം മുട്ടുണ്ട്, വീട്ടിൽ വേറെ ആരും നോക്കാനില്ല. ആ ആൾക്ക് ഞാൻ ചോറ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആൾ പറഞ്ഞു, ഞാൻ 2 നേരമായിട്ടാണ് കഴിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ കൈയിട്ട് വാരിയ ചോറാണുള്ളതെന്ന് ചോദിച്ചാൽ അവ രണ്ടാമത് കഴിക്കണ്ടല്ല, ഞാൻ 2 നേരത്തേക്കുള്ള ഭക്ഷണം ചോറ് കാലത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പോരാറുള്ളൂ. ഇത് അവിടുത്തെ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയണേ, ചോമാരി ഊറുണ്ടി കൊടുക്കണം. അവരുടെ നാട്ടിലെ ആൾക്കാരുടെ ചില ആൾക്കാരുടെ ഉള്ളിലിരിപ്പ് കണ്ടില്ലേ. ഇതുപോലെ തന്നെ ഞാൻ കപ്പളക്കുന്നിലെ മേരി ചേച്ചി, ഈ ചേച്ചിക്ക് തണ്ടൽ വേദനയാണ്. കൽപ്പണിക്കൊക്കെ പോയിരുന്ന ചേച്ചിയാണ്. തണ്ടൽ വേദനയായിട്ട് ഇരിപ്പാണ്. ഈ ചേച്ചിയുടെ മോളാണെങ്കിൽ പോളിയോ ബാധിച്ച് ഈ നിലത്ത് നിരങ്ങണ ടൈപ്പ് ആളാണ്. ആ ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ ഇതിക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൂട്ടുകാരൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അവൻ 1000 രൂപയുടെ സാധനങ്ങൾ എല്ലാ മാസം മേടിച്ച് തരും. ഞാനത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അതിന് വണ്ടി വാടകയൊന്നും മേടിക്കുകയില്ലേ. ഇത് കേട്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ കൂടെ പഠിച്ച ആളാണ്, എൻ്റെ അടുത്തുള്ള ആളാണ്, പിന്നെ ബസാറിൽ എപ്പോഴും വന്ന ആളാണ്. ഇയാൾ പറയാണ്, അവർ രാജ്ഞിയായിട്ട് കിടന്ന ആളാണെന്ന്, അവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെ മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഓരോ ആൾക്കാരുടെ ഉള്ളിൽ ഇപ്പോൾ നോക്കിയാണ്. അവർക്ക് പണിയെടുക്കാൻ പോകാൻ പറ്റാനില്ല, മോളണിന്ന് ഇറങ്ങുന്ന ആളാണ്, എന്നിട്ട് അത് സഹായിക്കണേനാണ്. ഈ സഹായം എന്ന് പറഞ്ഞാലേ ഇങ്ങോട്ട് തിരിച്ചു മോഹിക്കാത്തതിനാണ് സേവനം എന്ന് പറയണത്. മനസ്സിലായ? അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒന്നും കിട്ടില്ല അവരെ സഹായിച്ചിട്ട്. അത് അങ്ങനെ സഹായിച്ചിട്ട് അത് ഇങ്ങനെ മുടക്കിയാണ് കുറേ ഉള്ളത്. ഞാൻ നമ്മുടെ ബസാറിലൊരു കൂട്ടുകാരനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞു തന്നപ്പോൾ ഇതിക്ക് മുമ്പുള്ള ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു കൂടെ വണ്ടി ഓടിക്കുന്ന ആൾ, സഹപ്രവർത്തകൻ, അവനിപ്പോൾ എന്നോട് മിണ്ടനില്ല. ആ വീഡിയോ കണ്ട ആരോട് മിണ്ടനില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറയണേ, താൻ ദിവസവും ആ മാനസികാരോഗ്യം നഷ്ടപ്പെട്ട ഒരാൾക്ക് താൻ ചായയും കടിയും മേടിച്ചു കൊടുക്കും, അവൻ തെറി പറഞ്ഞാൽ താൻ കേൾക്കും, താൻ അവനോട് മിണ്ടുകയും ചെയ്യും, പിന്നെ പിറ്റേ ദിവസം ചായ മേടിച്ചു കൊടുക്കും, അതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ മേടിച്ചു കൊടുക്കും. അപ്പോൾ അവൻ പറഞ്ഞു, തനിക്ക് അതേപോലെ കരുതിയാൽ പോരെ, മാനസികാരോഗ്യം നഷ്ടപ്പെട്ട ആളാണെന്ന് വിചാരിച്ചാൽ പോരെ, താൻ മിണ്ടിക്കോ. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ ശരിയാണല്ല, ഈ മാനസികാരോഗ്യം നഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇങ്ങനെ പെരുമാറുള്ളൂ, ഇങ്ങനെ പറയുള്ളൂ. നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കാൻ പോകണ്ട. അതാണ് ശരിക്കും വേണ്ടത്. ഞാനത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഈ ആട്ടും ചവിട്ടും ഏറ്റിട്ടും അനുസരണയോടുകൂടി വാലാട്ടി നിൽക്കുന്ന നായയുടെ വിനയമുണ്ടല്ലോ, അതാണ് നിൻ്റെ ശത്രു.